मरहबा 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 ഒരു കാലത്ത് ആ വരികൾ മാത്രം മതിയായിരുന്നു ഒരു തലമുറയെ മുഴുവൻ നിശ്ചലമാക്കാൻ. ഒന്ന് ദീർഘശ്വാസം എടുക്കാൻ, നെഞ്ചിനുള്ളിൽ നാമകരണം ചെയ്യപ്പെടാത്ത ഏതോ ഒരു വികാരം പതിയെ വന്നു നിറയാൻ. സിനിമയിലെ തർക്കങ്ങൾക്കും ബോക്സ് ഓഫീസ് കണക്കുകൾക്കും ഉള്ളിലൊളിപ്പിച്ച സങ്കടങ്ങൾ പേറുന്ന അഭിമുഖങ്ങൾക്കും ഒരുപാട് മുൻപ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങിയ ഒരു തണുത്ത കാറ്റുപോലെയായിരുന്നു ആ ചെറുപ്പക്കാരൻ AR റഹ്മാൻ. ഇന്നത്തെ പോലെ വലിയ ബഹളങ്ങളുടെയോ കൊട്ടിഘോഷിക്കപ്പെട്ടോ അല്ല റഹ്മാൻ അന്ന് വന്നത്. പുതിയ സാധ്യതകളെക്കുറിച്ച് മന്ത്രിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ നമ്മളോട് സങ്കല്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ 2017 ശേഷം ബോളിവുഡിൽ തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ അതൊരു വാർത്ത എന്നതിലുപരി വ്യക്തിപരമായ ഒരു മുറിവേറ്റതുപോലെയാണ് നമുക്ക് തോന്നിയത്. അത് അവസരങ്ങളുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയുടെ ശബ്ദം ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഒരാൾ അവിശ്വസനീയതയോടെ ആ വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോഴുള്ള വേദനയാണ്. ഞാൻ എൻ്റേതെല്ലാം നൽകിയിട്ടും എന്നെ അകറ്റി നിർത്തി എന്ന് പറയാതെ പറയുന്ന ആ ഒരു വേദന. ശരിയാണ്, പുതിയ പ്രതിഭകൾ വന്നു, കാലം മാറി. പക്ഷേ റഹ്മാൻ എന്നത് ഒരു കാലഘട്ടമല്ല, നമ്മളോടൊപ്പം വളർന്ന ഒരു വികാരമാണ്. പ്രണയം എന്താണെന്ന് അറിയുന്നതിന് മുൻപ് നമ്മൾ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ പശ്ചാത്തലത്തിൽ ആ സംഗീതവും ഉണ്ടായിരുന്നു. പ്രണയം സങ്കീർണമായപ്പോൾ അത് നമുക്ക് കൂട്ടായും നിന്നു. പരാജയങ്ങളിൽ, നീണ്ട ട്രെയിൻ യാത്രകളിൽ, ഉറക്കം വരാത്ത രാത്രികളിൽ ആ സംഗീതം നമുക്കൊപ്പം കാത്തിരുന്നു. സ്വരങ്ങൾക്കിടയിലുള്ള നിശബ്ദതയ്ക്ക് ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. 2017 വെറുമൊരു വർഷമായിരുന്നില്ല. തമിഴ് സിനിമയിൽ അതൊരു വല്ലാത്ത വൈദ്യുതി തരംഗം സൃഷ്ടിച്ച വർഷം തന്നെയായിരുന്നു. മെർസൽ റിലീസ് ചെയ്ത വർഷം, ആഘോഷങ്ങളും വിവാദങ്ങളും ഒരുപോലെ ഏറ്റുവാങ്ങിയ ചിത്രം, ഭരണകൂടത്തിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ നേരിട്ട സിനിമ. ആ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ റഹ്മാനായിരുന്നു. ആളപ്പോറാൻ തമിഴൻ എന്ന ഗാനമുണ്ടാക്കിയ ഓളമൊന്നും പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ പറയേണ്ട കാര്യമില്ല. വിവേക് എഴുതി വിജയ് പാടി അഭിനയിച്ച ആ ഗാനത്തിൽ ഒരു പ്രതിരോധത്തിന്റെ സ്വരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു വിഭാഗത്തിനിടയിൽ ആ സിനിമയും ഗാനവും എല്ലാം ഒരു അകൽച്ച ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ഇത്തരം കാര്യങ്ങളെ വെറും യാദൃശ്ചികത എന്ന് പലരും പറഞ്ഞ് തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ കലയിൽ യാദൃശ്ചികതകൾ കുറവാണ്. പുറം ലോകം അറിയുന്നതിന് മുൻപേ കലാകാരന്മാർ സമ്മർദ്ദങ്ങൾ അറിഞ്ഞു തുടങ്ങും. വാതിലുകൾ പൂട്ടുന്നതിന് മുൻപേ അതിൻ്റെ ശബ്ദവും അവർ കേട്ടു തുടങ്ങും. ലോകവേദികളിൽ തല ഉയർത്തി നിന്ന പാശ്ചാത്യ ഓർക്കസ്ട്രകളെ ഇന്ത്യൻ രാഗങ്ങൾക്ക് മുന്നിൽ നമിക്കാൻ പഠിപ്പിച്ച, വിനയം കൈവിടാതെ ഓസ്കാറുകൾ നേടിയ ഒരാൾക്ക് സ്വന്തം രാജ്യത്ത് താൻ അപ്രസക്തനാകുന്നുവെന്ന് തോന്നേണ്ടി വരുന്നത് ചെറിയൊരു മുറിവല്ല. റഹ്മാൻ ഒരിക്കലും ഒരു വിമതന്റെ പ്രതിച്ഛായ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഉള്ളിൽ മനോഹരമായ ലോകങ്ങൾ കെട്ടിപ്പടുക്കുകയായിരുന്നു. സിനിമകൾ ബഹളമായപ്പോൾ അദ്ദേഹം നമ്മെ ശാന്തരാക്കി. സ്ക്രീനിനപ്പുറമുള്ള കാഴ്ചകൾ സങ്കല്പിക്കാൻ അദ്ദേഹം നമ്മെ പ്രേരിപ്പിച്ചു. സമാധാനം എന്നത് സാധ്യമായ ഒരിടമാണെന്ന് അദ്ദേഹം തൻ്റെ ഈണങ്ങളിലൂടെ കാട്ടിത്തന്നു. അദ്ദേഹത്തിൻ്റെ സംഗീതം ദേശസ്നേഹത്തിനായി മുറവിളി കൂട്ടിയിട്ടില്ല, പകരം നമ്മളിലൊരു അഭയബോധം നിറച്ചു. അതൊരു രാജ്യത്തോടോ സിനിമാ വ്യവസായത്തോടോ ഉള്ളതല്ല, മറിച്ച് നമ്മൾ പങ്കിടുന്ന വൈകാരികമായ ഓർമ്മകളോടുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത് നമ്മെ വേദനിപ്പിക്കുന്നത്. കാരണം ഒരു രാജ്യം അതിൻ്റെ കലാകാരന്മാരെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് മറക്കുമ്പോൾ അത് സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങൾ കൂടിയാണെന്ന് മറക്കുകയാണ്. റഹ്മാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വെറും ഒരു പശ്ചാത്തല സംഗീതം മാത്രമല്ല, തുറന്നു പറച്ചിലുകൾക്ക് മുൻപുള്ള ആ ഇടവേളയാണ് അദ്ദേഹം. ധൈര്യം സംഭരിക്കുന്നതിന് മുൻപുള്ള ആ ശ്വാസമാണ് അദ്ദേഹം. വാക്കുകൾ തോൽക്കുന്നിടത്തെ പ്രതീക്ഷയുടെ ശബ്ദം, അതാണ് AR റഹ്മാൻ. വ്യവസായങ്ങൾ മുന്നോട്ട് പോയേക്കാം, വിപണികളും മാറിയേക്കാം, ആൽഗോരിതങ്ങൾ പുതിയ ട്രെൻഡുകളും നിശ്ചയിച്ചേക്കാം. പക്ഷെ ജനങ്ങൾ ഓർക്കും, സ്വന്തം ചിന്തകളിൽ നമ്മെ എത്രമാത്രം സുരക്ഷിതരാക്കിയാണ് അദ്ദേഹം നിർത്തിയതെന്ന് നമ്മൾ ഓർക്കും. അദ്ദേഹത്തിൻ്റെ സംഗീതം എങ്ങനെയാണ് സമയത്തെ മന്ദഗതിയിലാക്കിയതെന്നും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് അന്തസ്സ് നൽകിയതെന്നും നമ്മൾ ഓർക്കും. റഹ്മാൻ ആരുടെയും അംഗീകാര പത്രങ്ങളും ആവശ്യമില്ല. നിശബ്ദത കൊണ്ട് മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം അത്രമേൽ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ജീവിക്കുന്നുണ്ട്.
ഒരുപക്ഷെ നമുക്ക് ആ സംഗീതം വീണ്ടും കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പ്രതിരോധിക്കാനല്ല, തർക്കിക്കാനുമല്ല. പകരം ഏതെങ്കിലും ഒരു പാട്ട് കേട്ട് അതിനോടൊപ്പം ഒന്ന് ശാന്തമായി ഇരിക്കാൻ. നമ്മളെക്കുറിച്ച് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ആ സംഗീതത്തിനറിയാമെന്ന് അപ്പോൾ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. ചില കലാകാരന്മാർ ഒരു തലമുറയെ വിനോദിപ്പിക്കുന്നു. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ ഒരു തലമുറയെ വളർത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകം എത്ര അസ്വസ്ഥമായാലും എങ്ങനെ ശാന്തമായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച ആ മനുഷ്യനിലേക്ക്, സാക്ഷാൽ AR റഹ്മാനിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുക തന്നെ ചെയ്യും. I want to say something in Tamil which I normally say after every award, which is Ella Program Meravanake. God is great. Thank you.